നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും നല്ല സുവർണ്ണ കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടം തന്നെയാണ് അല്ലേ. ഒരുപാട് കുസൃതി തരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ, ഒരുപാട് ഓർമ്മകളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം സ്കൂൾ കാലഘട്ടം തന്നെയാണ്. നമുക്ക് പോകാം കണ്ണൂർ ജില്ലയിലെ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്. 1985 കാലഘട്ടങ്ങളിൽ SLC കഴിഞ്ഞ ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാമിലേക്ക്. रघुपति राघव राजा राम फरीद पावन सीताराम रघुपति राघव राजा राम फरीद पावन सीताराम सीताराम. എൻ്റെ കൂടിയിരിക്കുന്നത് 85 കാലഘട്ടത്തിലെ കുഞ്ഞുമക്കളാണ് കേട്ടോ. കുഞ്ഞുമക്കൾ SLC കഴിഞ്ഞ് പോയ ആ ഒരു കുഞ്ഞുമക്കളെ ഒത്തുചേരലാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അമരക്കാരനായ പ്രകാശനാണ്. പ്രകാശനോട് കുറച്ച് നമുക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി ചോദിക്കാം. നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ പ്രോഗ്രാമിനെ പറ്റി ഒന്ന് പറയൂ. ഇത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും 85 ബാച്ച് എന്ന് പറഞ്ഞത് നമ്മൾ രൂപീകരിച്ചിട്ട് ഏകദേശം 2017 രൂപീകരിച്ചത്. 8 വർഷമായിട്ട്. അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ വർഷവും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ട്. ബാച്ചിൻ്റെ ആരെങ്കിലും അനുമോദിക്കാറുണ്ട്. എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെടാറുണ്ട്. സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ ഇടപെടാറുണ്ട്. അത് ചാരിറ്റി ആയിട്ടും എല്ലാമായിട്ടും ഇടപെടുന്ന ഒരു വിപുലമായ ഗ്രൂപ്പാണ്. ഇന്ന് ഒരു സാങ്കേതികത്വം കൊണ്ടാണ് കുറച്ച് ആൾക്കാർ കുറഞ്ഞു വരുന്നത്. ഒരു ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ കളി കോർഡിനേറ്റ് ചെയ്യാറ് ഡിസംബർ ലാസ്റ്റാണ്, ക്രിസ്മസോട് കൂടിയാണ്. പക്ഷേ പല തിരക്കുകൾ കാരണമാണ് നമ്മൾ 11-ാം തീയതിക്ക് മാറ്റിയത്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ കലാപരിപാടികൾ ആയിട്ടാണ്, എല്ലാ പരിപാടികളുമായിട്ടും കലാപരിപാടിയായിട്ടും അതുപോലെ തന്നെ മറ്റു പല കളികളുമായിട്ടാണ് നമ്മളിത് കൊണ്ടാടാറ്. ഒരു 85 ബാച്ചിൻ്റെ പരിപാടിയായിട്ടാണ്. ഈ ബാച്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് അലി ഇവിടെയുണ്ട്. അലിയാണ് ഇപ്പോൾ പ്രസിഡന്റ്. അതുപോലെ അമരക്കാരായിട്ടിരിക്കുന്നതാണ് മൊയ്തൂട്ടി. രാജേന്ദ്രനൊക്കെ ഇതിൻ്റെ അമരക്കാരനാണ്. ഇതിൻ്റെ കൂടെ സുധീർ, പ്രദീപൻ എന്ന് പറഞ്ഞ അമരക്കാരും ഉണ്ട്. കൂടെ നമ്മുടെ വനിതകൾ നല്ല സജിത, പിന്നെ സുബിത, അതുപോലെ തന്നെ ശശി, അതുപോലെ തന്നെ വനജ, അങ്ങനെ അമരക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു കൂടിച്ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ആ ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടി 85 കാലഘട്ടത്തിലെ SLC ബാച്ചിൻ്റെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി കൂടിയതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചാരിറ്റി എല്ലാം ചെയ്തുകൊണ്ട് നല്ല വിപുലം നല്ല ചാരിറ്റി, നല്ല രീതിയിലുള്ള ചാരിറ്റി വർക്ക് നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഇതാണ് നമ്മളെ ഗ്രൂപ്പിൻ്റെ രത്നച്ചുരുക്കം. അത് വിശദമായി പറയാൻ നമ്മൾ കുറേ പറയാനുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇന്നത്തെ പരിപാടിക്ക് ഗോപാൽജിനെ ക്ഷണിച്ചതും ഇതൊന്ന് മനസ്സിലാക്കാനും ഇതൊന്നും പുറത്തേക്ക് പോകാനും വേണ്ടി തന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചപ്പോൾ ഗോപാൽജിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെ ഊർജ്ജസ്വലത. 56 വയസ്സിൻ്റെ പ്രസരിപ്പല്ലാതെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്നതാണ്. ഇതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു ചുരുക്കം. അപ്പോൾ അതേപോലെ ഇനി അങ്ങോട്ട് ഇതേപോലത്തെ പ്രോഗ്രാമും എല്ലാവരും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ നമ്മളെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ് അല്ലേ. ഒരുപാട് അതെ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഒരുപാട് ചാരിറ്റി, ഒരുപാട്
എന്താ പറയണ്ടത്, പാവപ്പെട്ട ആൾക്കാരും അതുപോലെ അസുഖം ബാധിച്ചവരും എല്ലാം സഹായിക്കാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ പുറത്തുള്ള ആളായാലും നമ്മൾ സഹായിക്കാറുണ്ട്, അത്യാവശ്യം. അതാ പറഞ്ഞ ഗ്രൂപ്പിനകത്തല്ലാണ്ട് പുറത്തേക്കും നിങ്ങളുടെ ആ ചാരിറ്റി ഒന്ന് വ്യാപിക്കട്ടെ അല്ലേ? തീർച്ചയായും അതാണ് ഞാനും പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്നാൽ അടുത്ത് നമ്മളെ പ്രോഗ്രാം ശരിക്കും കാണാം അല്ലെ, പാട്ടും ഡാൻസും എല്ലാം ആയിട്ട്. അങ്ങനെ നമ്മളെ 85 ബാച്ചിൻ്റെ സമാഗമം ഗ്രൂപ്പിൻ്റെ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പരിപാടിയുടെ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. അതിൽ നമ്മൾ മുന്നേ സമാഗമം ഗ്രൂപ്പ് ചാരിറ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ നല്ലൊരു പരിപാടിയാണ് എല്ലാ വർഷവും നടത്താറ്. അതേപോലെ തന്നെ ഈ വർഷവും പിന്നെ നമ്മൾ കുറേ ആൾക്കാർക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും നല്ലൊരു സംഭാവന ആയിട്ട് അങ്ങനെ നമ്മൾ ഒരു കെയറിങ്, അവരെ കെയർ ചെയ്യുന്ന അസുഖമുള്ളവർക്കൊക്കെ നമ്മൾ കെയർ ചെയ്തുകൊണ്ട് നല്ലൊരു ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഗ്രൂപ്പിൽ മാത്രമല്ല പുറത്തും നമ്മൾ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, പുറത്തേക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് നമ്മൾ ഗ്രൂപ്പ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്ന അങ്ങനെ സാമ്പത്തികമായിട്ട് കുറവുള്ളവരെ അങ്ങനെ സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളെല്ലാവരും കൂടി നല്ല സപ്പോർട്ടോടുകൂടി നമ്മളെ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മളെ മറ്റുള്ള ഗ്രൂപ്പിലും കൂടി വ്യാപിച്ചാൽ നമ്മുടെ നാട്ടിലൊരു നല്ലൊരു കൂട്ടായ്മയോടുകൂടി എല്ലാവർക്കും നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എല്ലാവരും ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇന്നത്തെ പരിപാടി നമ്മളെ പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ആഘോഷം തന്നെയാണ്. അതിൽ നമ്മളെല്ലാവരും പങ്കുചേർന്ന് എല്ലാവരും വീട്ടമ്മമാരും വീട്ടിലിരിക്കുന്നവരും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു എൻജോയ്മെന്റ് ഇങ്ങനെ തീർച്ചയായിട്ടും പിന്നെ നമ്മളിങ്ങനെ കൂടിച്ചേരുമ്പോൾ പുറത്തു പോകാത്തവർക്കെല്ലാം നല്ലൊരു സന്തോഷമാണ് ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ. പിന്നെ പുതിയ പുതിയ ആൾക്കാരെല്ലാം പരിചയപ്പെടാൻ പറ്റും. പിന്നെ എല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് നിലനിർത്താനും നമ്മളെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നമുക്ക് പിന്നെ കാണാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയാനും പറ്റുന്നൊരു കൂട്ടായ്മയാണ് നമ്മളെ സമാഗമം ഗ്രൂപ്പ്. അതായത് നമ്മൾ പേഴ്സണലി എടുത്തു പറയാന്നുള്ള നമ്മളെ പേഴ്സണലി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും നമുക്ക് നമ്മളേതായ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നിച്ചാൽ ഈ ഗ്രൂപ്പ് നമ്മളൊരു അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളത്. അതിലെല്ലാവർക്കും സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും എന്തായാലും നമുക്കിനി അടുത്ത പ്രോഗ്രാം കാണാം അല്ലേ? ഇനി അടുത്ത നമുക്ക് ആസ്വദിക്കാം. നമ്മളെ ആളെ തന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പാടാനും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്, നല്ല കഴിവുള്ള ആളുണ്ട് പാടാനും. അവർക്കൊരു വേദി, അവർക്ക് ഇത്ര നാളും സജിത രാധാകൃഷ്ണൻ നമ്മൾ അറിയപ്പെടാത്ത ഒരു കവിയത്രിയായിരുന്നു. നമ്മളെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. ഗ്രൂപ്പിലും വന്ന ഈ പ്രോഗ്രാമിലൂടെ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സജിതന്റെ എല്ലാം ഒരു കവിത പ്രകാശനം ചെയ്തിട്ടുണ്ട്, ബുക്ക്. അങ്ങനെയെല്ലാം നല്ലൊരു കൂട്ടായ്മയില് ഇതിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെന്നാലും വലിയൊരു സന്തോഷമല്ലേ എല്ലാവരും. ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി, പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി, പീയൂഷവാഹിനിയായി. എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി, ബോധമാബോധമായി മാറും ലഹരിതൻ ശ്വേതപരാഗമായി മാറി. കാലം ഘനീഭൂതമായി നിൽക്കുമക്കരെ കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികൾ
കൂടെ നിങ്ങൾ വരില്ലയോ കൂടെ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. കൊണ്ടൂരാം കൈതോലപ്പായ കൊണ്ടോവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാണി കാടും കാണാം വെള്ളാമ്പൽ പൂവും നുള്ള മാനോടും മേട്ടിൽ കൊണ്ടുവാ പെണ്ണേ കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം. ഓടിമറയണ രാക്കാറ്റ് പനമേലേറൂഞ്ഞാല് വിരലുകളാൽ അതിലിളക്കും മുടിയാട്ടം കണ്ട തിരിയൊഴിയണ മാനത്ത് നിറപാതിര നേരത്ത്. നമ്മുടെ പരിപാടി ലേറ്റായി, ഏകദേശം 11:15 അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നല്ല കല്യാണവും തിരക്കുമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറുപ്പക്കാരനായ 14 വയസ്സുള്ള കുട്ടി ഇന്നലെ രാത്രി കുഴഞ്ഞു വീണ് മരണപ്പെട്ട പ്രയാസമുണ്ട്. ഇതൊക്കെ എന്ന നടുവിലാണ് ആൾ പറയാനും ഇത്തരം തരത്തിലാണ് നമുക്ക് സൃഷ്ടിച്ചു പോകാനുള്ള കാരണം. എന്നിരുന്നാലും 10-45 ആൾക്കാർ നമ്മുടെ സർവീസ് സഹോദരന്മാർ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് നമ്മുടെ ഉദ്ഘാടകൻ സതീഷ് കൊതേരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രശസ്ത നാടക സീരിയൽ നടനും മുൻഗാനങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റുമാണ് സതീഷ്. ഇപ്പോൾ പ്രവർത്തന നാടകത്തിൽ വളരെ സജീവമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് സതീശനെ പറ്റി നിങ്ങളോട് പറയേണ്ടി വരില്ല, എല്ലാവർക്കും അറിയാം. സതീശ് എന്ന ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സതീശിനെ പറ്റി ഒരു സകലകലാവല്ലവൻ എന്ന രീതിയിൽ തന്നെ എല്ലാ കഴിവുള്ള ഒരാളാണ് സതീശ്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. സതീശനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം പറയുന്ന നിരന്തരം സ്വീകരിച്ച നമ്മുടെ ഫോട്ടോഗ്രാഫർ ഗോപാൽജി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ വളരെ സ്വാഗതമാണ്. നമ്മുടെ അധ്യക്ഷൻ അലി, അതുപോലെ തന്നെ ബാബുരാജ്, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ സ്ഥാപക മെമ്പറാണ് ബാബുരാജ്. കുറച്ച് കാലമായിട്ട് പുറകോട്ടാണെങ്കിൽ എന്നാലും ക്ഷണം അദ്ദേഹത്തെ ഈ പരിപാടി പുതിയൊരു പ്രദീപൻ, രാജീവൻ എന്നിവരൊക്കെ നമ്മൾ നേതൃനിരയുന്നവരാണ്. അവരൊക്കെ ഈശ്വരനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മുഴുവൻ മെമ്പർമാരെയും ഈ പരിപാടിയിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേക സമാഗമ ഗ്രൂപ്പിൻ്റെ അധ്യക്ഷനും ആരാധ്യനുമായ നമ്മുടെ അയ്യെ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ള സമാഗമത്തിൻ്റെ മെമ്പർമാരെ, അതേപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രശസ്ത നാടക സംഘടന സതീഷ് കൊതേരി, നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാമായിട്ടുള്ള സഹപ്രവർത്തകർ, പ്രകാശം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും പല മേഖലയിൽ നിന്ന് കല്യാണങ്ങൾ
അതേപോലെ തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുകൾക്കൊരു മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് എല്ലാവരെയും ഉണർത്താറുള്ളത്. മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരം തിരക്കുകളൊക്കെ മാറ്റിവെച്ചിവിടെ എത്തിയ എല്ലാവരും ഒരിക്കൽ കൂടി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സതീശൻ കൊതേരി ആദ്യമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ സമാഗമ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ടവർ, വേദിയിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രകാശൻ എന്നെ വിളിക്കുമ്പോൾ പ്രകാശൻ ഞാൻ വിളിച്ച് പഠിച്ചിട്ടുണ്ടോ, ഒറ്റ ഒരു മുഖവരിൻ്റെ ആവശ്യമില്ല. അവരെ സഞ്ജന ടീച്ചർ, അനൂപ്, ഞങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ശിവൂർ സ്കൂളിൽ 85 ബാച്ച് വലിയ വലിയ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആണ്ടിക്കായി ഒരു മാഷം, അതുപോലെ ശൈല ടീച്ചർ, ചന്ദ്രമാഷൊക്കെ ശിക്ഷണം എന്ന് പറയുമ്പോൾ അത് വളരെ അഭിമാനകരമാണ്. മാത്രമല്ല നിങ്ങൾ ഒന്നിച്ച് പഠിച്ച് നവരാചാര്യങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന കാണുന്ന ഒരു വ്യക്തിയാണ്. കലാ സംസ്കാരങ്ങളിൽ അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പം നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ചെറിയൊരു മംഗലം നമ്മുടെ ഈ സമാഗമത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ ജീവിതം നമ്മുടെ മുന്നിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വിഷമത്തിലാണ്, അതിൻ്റെ ഒരു പങ്കാളിത്ത കുറവും ഇവിടെ കാണാനുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ കണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർ മാർച്ചിൽ വിരമിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷമവും ബഹുമാനപ്പെട്ട ബാബുരാജ മാഷ മുഖത്ത് ഞാൻ കണ്ടു. മാർച്ചിൽ തീരെയാണ്. അപ്പോൾ എൻ്റെ പഞ്ചായത്തിലാണ്, കീഴ പഞ്ചായത്താണ് ഇവിടെ പോയി ജോലി ചെയ്തത്. പഞ്ചായത്ത് ഒഴിവാട്ടോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം. അങ്ങനെയുള്ള പ്രകാശനെ പോലെയുള്ള ആളുകൾ ഈ കൂട്ടായ്മ ഉള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല, ഈ കൂട്ടത്തിൽ കൂടുതലും സ്ത്രീകളാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കാലമാണല്ലോ, വിമൺ എംപവർമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പുതിയ നാടകം ആകാശം എന്ന നാടകത്തിലാണ്. അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കാലഘട്ടമാണ്, പക്ഷെ എല്ലായിടത്തും നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നത്. അത് നിങ്ങൾ പഠിക്കുന്നിടത്തായാലും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും, നിങ്ങൾ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ കെയർ ആണോ എന്നുള്ളത് നമ്മുടെ നാട്ടിലിപ്പോ വളരെ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം ഇതാണ്. നമ്മളെല്ലാം തുല്യരാണെന്നൊക്കെ പറയുമെങ്കിലും പലരുടെയും മുഖത്ത് ചിരിക്കുന്നത് അല്ലാത്ത കാര്യം, വീട്ടിലെ കാര്യം നോക്കണ്ടല്ലോ. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള നോക്കിക്കോളും. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ ഇരിക്കാൻ പറ്റിയ മഹാഭാഗ്യമായിട്ട് അതിന്റെ ചിരിയും കൂടെ നിങ്ങളെ മുഖത്ത് കാണുന്നുണ്ട്. സത്യം പറഞ്ഞു, കാരണം ഒരുപാട് ജോലി തിരക്കിനിടയിൽ വീട്ടില് ഒരു പണിയില്ല എന്ന് സ്ത്രീകൾ പറയുമെങ്കിലും, ഇല്ല അതൊക്കെ രാവിലെ കാര്യങ്ങളൊന്നും പറയുകയാണെങ്കിലും 24 മണിക്കൂർ ജോലിയുണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ എന്റെ വീട്ടിലുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മോളുണ്ട്. അവർക്കൊക്കെ ഏത് സമയത്തും ജോലിയുണ്ട്. അപ്പൊ നമ്മൾ പറയും ഒരു പണിയില്ല അവർക്ക് എന്താ രാവിലെ ടിഫിൻ ഉണ്ടാക്കുക, ഉച്ചക്കേറ്റ് എന്തെങ്കിലും കറി ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കുക. ഇനി വൈകുന്നേരം ഇപ്പം ഭക്ഷണം ആരും കഴിക്കുന്നില്ല വീട്ടില്. പ്രായമുള്ള 40-50 വയസ്സ് കഴിഞ്ഞൊരു ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത കാലഘട്ടമല്ല നമ്മുടെ മുന്നിലുള്ളത്. കാരണം ആയ കാലത്ത് ഒരുപാട് ഭക്ഷണം കഴിച്ചു. നമ്മള് ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട രജനികാന്ത് ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടായിരുന്നു, മനുഷ്യർ ഒഴിവാക്കേണ്ടത് പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ. ഒന്ന് പാലാണ്. നമ്മൾ ആയ കാലത്ത് ഒരുപാട് പാല് കുടിച്ചു, അമ്മയുടെ അമ്മിഞ്ഞ പാലൊക്കെ കുടിച്ചു. പിന്നീട് വളർന്നു വന്നപ്പോൾ നമ്മൾ ചായയിൽ കുടിക്കും, കാപ്പിയിൽ കുടിക്കും, നമ്മൾ പാല് കുടിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്ത് അധ്യക്ഷൻ അലി, വേദിയിലെ ഇന്നത്തെ പരിപാടിയുടെ ഏറ്റവും വലിയ ആകർഷണം പ്രിയ സുഹൃത്ത്, ഏറ്റവും ബഹുമാനിയുള്ള കലാകാരൻ സതീഷ് കൊതേരി, അതുപോലെ തന്നെ പ്രകാശൻ, വേദിയിൽ ഭൂഷിതരായിട്ടുള്ള രാജീവ് മാഷ്, അതുപോലെ തന്നെ സുധീർ, പ്രദീപ്, പ്രിയപ്പെട്ട എല്ലാവരും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അനുകൂലിയൊക്കെ ആദ്യമായി
ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. പിന്നെ വലിയൊരു കാര്യം പറയാനുള്ളത്, സതീഷിന്റെ കൂടെ എപ്പോഴും ഞാൻ കാണുന്നത് വേറെ സാന്നിധ്യമുണ്ട്. മനോജ് ഇവിടെ സതീഷിന്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മനോജ്. ഞാൻ ഇടപെടുന്ന ഒരു മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഉദയ സ്കൂളിന്റെ മാനേജർ കൂടിയാണ് മനോജ്. മനോജ് ഇവിടെ ഉണ്ട്. വൈകിയാണ് നമ്മൾ പുതുവത്സരം ആഘോഷിക്കുന്നത്. പക്ഷേ ഇനി ആരും ഈ 2026 ബന്ധപ്പെട്ട പുതുവർഷം ആഘോഷം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വൈകിയ വേളയാണെങ്കിൽ എല്ലാവർക്കും ഏറ്റവും ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുകയാണ്. തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ നിന്ന് പ്രത്യേകത ഒന്നുമില്ല, നമുക്കറിയാം. പക്ഷെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊരു ആഘോഷമായി പ്രാധാന്യത്തോടെ കൊണ്ടാടാനുള്ള ഒരു കാരണം നമുക്ക് സ്വയം വിലയിരുത്താനുള്ള അവസരമാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചായ കൂടിയാണ്. പഞ്ചായത്ത് നമ്മളാണ് നമ്മുടെ ഇതാകില്ല. കൈലാസം ദേവനായിരുന്നു, ഈ പ്രാവശ്യം ആകേണ്ടത് നമ്മുടെ ഇതാവുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പുതുവത്സര പരിപാടി കുറച്ച് വൈകിപ്പോയെങ്കിലും നല്ലൊരു പരിപാടിയായി തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിലേറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 1-2 പരിപാടി പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പരിപാടി അല്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റിവെച്ച് ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ കഴിയാത്ത ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി രണ്ടാളും വിളിച്ചോ, പത്തി വിളിച്ചോ, റെഡിയാതെ കൈയടിച്ചോ. പഴയ പാട്ട് പറഞ്ഞില്ലേ, അടുത്ത നറുക്കെടുപ്പിന് നമ്മളോട് പറയണേ. നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് കിട്ടിയതല്ലോ. എല്ലാ കൊല്ലവും അടുത്ത കൊല്ലം നറുക്കെടുക്കുന്ന ഈ സമ്മാന കൂപ്പൺ എല്ലാരും എടുക്കണേ. വെച്ചാ
ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരുപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. കവിത വിരഹം. അതായത് പ്രണയം എന്ന് പറയുന്നത് പണ്ടുള്ളത് പോലെയല്ല. ഇന്നത്തെ കാലത്ത് പ്രണയമൊക്കെ മാറിപ്പോയി. പണ്ട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു എല്ലാവർക്കും. ഇന്ന് അതൊന്നും എവിടെയും കാണാനില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രണയത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ ഇവിടെ എഴുതി കൊണ്ടുവന്നിട്ടുള്ളത്. കവിത വിരഹം. പ്രണയമേ നീ വന്നു മാറി വിളിച്ചപ്പോൾ അറിയാതലിഞ്ഞു ചേർന്നു പോയി. പ്രണയമേ നീ വന്നു മാറി വിളിച്ചപ്പോൾ അറിയാതലിഞ്ഞു ചേർന്നു പോയി. മനസ്സിന്റെ കടിയാൻ ബന്ധനത്തിൽ നിന്നു അറിയാതെ പിടിവിട്ടുപോയി. മനസ്സിന്റെ കടിയാൻ ബന്ധനത്തിൽ നിന്നും അറിയാതെ പിടിവിട്ടുപോയി. സത്യമറിയാതെ അഭിനയമറിയാതെ കിട്ടിയ സ്നേഹത്തിലാഴ്ന്നുപോയി. സത്യമറിയാതെ അഭിനയമറിയാതെ കിട്ടിയ സ്നേഹത്തിലാഴ്ന്നുപോയി. ജീവിത ചതുരങ്ങൾ പലയിൽ എല്ലാം കവർന്നതിൽ പിന്നെ എങ്ങുപോയി നീ എൻ പ്രണയമേ. ജീവിത ചതുരംഗ പലയിൽ എല്ലാം കവർന്നതിൽ പിന്നെ എങ്ങുപോയി നീ എൻ പ്രണയമേ. നിന്നെ അലഞ്ഞു വലഞ്ഞു ഞാനും. അമിതമാം വിശ്വാസമായും വേണ്ട എല്ലാം കാലത്തിൽ ജൽപ്പനങ്ങൾ. അമിതമാം വിശ്വാസമായും വേണ്ട എല്ലാം കാലത്തിൽ ജൽപ്പനങ്ങൾ. മനസ്സേ മടങ്ങുക നിന്നെ കരുതുക നിന്നോളം പോന്നൊരു കൂട്ട് നിനക്കില്ല. മനസ്സേ മടങ്ങുക നിന്നെ കരുതുക നിന്നെ
ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാണ്. അവനവൻ്റെ ഫ്രണ്ടിനെ അവനവൻ തിരഞ്ഞെടുക്കും. അതിനൊരു ഗിഫ്റ്റ് കൊടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ കൈകൾ സൂക്ഷിച്ച് പോകണം. നമുക്ക് വലിയ വാർഡാണ് അത് അനൗൺസ് ചെയ്യുക. അപ്പോൾ സമ്മാനം കൊടുത്താൽ മതി. ആദ്യമായിട്ട് നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ജീവനാടി സർവനാടികളുണ്ടായ പരദേശി നമ്മുടെ എല്ലാവരും എടുക്കണം. ലൈല 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 പുഷ്പലത പുഷ്പലത വാ സജില ഗോപിക ഗോപിക ഒരു കഷ്ടകള്ള സമ്മാനം ഉണ്ടാവും. സ്വന്തം പേര് കിട്ടിയവരെ ഇതിട്ട് മാറ്റിയെടുക്കണം. വിനീതമാ ഇതിപ്പോ സമ്മാനം കൊടുക്കലാണ്. ഫ്രണ്ടിനെ തെരഞ്ഞെടുത്ത് സമ്മാനം കൊടുക്കലാണ്. ഈ കൊല്ലം അടുത്ത കൊല്ലം വരെ രാജാന്തന്റെ ഫ്രണ്ട് നമ്മുടെ സഞ്ചാര അടുത്ത കൊല്ലം ഒരു കൊല്ലത്തേക്ക് വിനയന്റെ പറ ഇന്ത്യന്ന് വായിച്ചോളൂ. ആ ഒരു കൊല്ലത്തെ ഫ്രണ്ട് കേട്ടാ. ഒരാളെ പേര് മാറ്റിയതാണ്. എല്ലാരും കൊണ്ടുപോകണം പോലെ കേട്ടോ അവനെ. യാക്കൂബിന്റെ സമ്മാനം കിട്ടുന്ന ആള് ഭാഗ്യവാന്മാരാണ്. നല്ല മണം കൊള്ളാനുണ്ടാവും. എനിക്ക് അത്രേ ഗ്രൂപ്പിലെ സുന്ദരി ശോഭ. ഗോപികന്റെ ഫ്രണ്ടാണ്. ഇന്ത്യ വേണം. അത് ഇന്ത്യ വലിയ ഫ്രണ്ട് ഫ്രണ്ട് കേട്ടാ. വാസന ഇവക്കാലത്തിന് ഭാഗ്യം ഉറപ്പുണ്ട്. ഓ ആവൂല ഇനിയാണുള്ള ഓ അതിന്റെ ഫ്രണ്ട്
വിനോദിന്റെ സമ്മാനം മോദിന് കയറ്റുമാറിന്റെ വിനോദിന്റെ പേരും വൈകിട്ട് കൊടുക്കാൻ പോണം. എന്റെ അന്നസുഹൃത്ത് ലീലാവതി ഫെബ്രുവരി 15-നാണ് എൻ്റെ മോൻ്റെ കല്യാണം. എല്ലാവരും വരണം, ആരും ഒഴിഞ്ഞോടും. ഇത് ക്ഷണിക്കാനായിട്ടാണ് ഞാൻ ഓടിപ്പാൻ. 15-ന് പിന്നെ വൈകുന്നേരം സാജിമോളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് 5 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിലാണ് കല്യാണം. അതായത് സുഹൃത്തുക്കളെ, ഫെബ്രുവരി 15-ാം തീയതി റിസപ്ഷനായിട്ടാണ് ഇവിടെ മോൻ്റെ കല്യാണം നടന്നത്. ആ റിസപ്ഷൻ പരിപാടിയിൽ നമ്മുടെ സമാപന ഗ്രൂപ്പിലെ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൂടിയ ആൾക്കാർ നേരിട്ട് ക്ഷണിച്ചതായി എല്ലാവരും കരുതുക. തില്ലങ്കേരി പിന്നെ തില്ലങ്കേരി ഉളിയൂർ റോഡിലാണ് സാജിമോൾ ഹോട്ടല്, പിന്നീട് ഓഡിറ്റോറിയം. പിന്നീട് വരുന്ന ആൾക്കാരെ ഓൾ ഗ്രൂപ്പിൽ ക്ഷണിക്കും. ഈ വന്ന ആൾക്കാരെ ക്ഷണ സ്വീകരിച്ച എല്ലാവരും ആ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കും. യാത്രയ്ക്ക് പൂർണ്ണതയേകിയ സകലർക്കുമെൻ നമോവാദം. നന്ദി പ്രിയ ലോകമേ, നീ എനിക്കേകിയ നന്മകൾക്കൊക്കെയും നന്ദി. ദാനമായി തന്നടി ജന്മത്തിനായെൻ്റെ മാതാപിതാക്കളെ നന്ദി. നന്ദി ഗുരുഭൂതരെ, തോഴരെ, എന്നുടെ നല്ല സതീർത്ഥരെ നന്ദി. ദുരിതപദങ്ങളിൽ താങ്ങായി നിന്നൊരൻ പ്രിയ സഖി 1000 നന്ദി. നന്ദി എൻ മകനെ, നന്ദി എൻ മകനെ, ഈ സായന്തനത്തിൽ നീ വന്നെൻ്റെ ചാരത്തിരുന്നുവല്ലോ. ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ. നന്ദി എൻ മകളെ, എത്രയോ നാളുകൾ പിച്ച നടത്തിയോരച്ഛൻ്റെ കൈകൾ പിടിച്ചുവല്ലോ. പിന്നെ ഒട്ടുനേരം കൂടെ വന്നുവല്ലോ. കൊഴിഞ്ഞു പോയ രാഗം കടലിന്
ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ നീയുടഞ്ഞു പിടയുന്നു ദേവദാരു പൂത്തകാലം നീ മറന്നുവോ അന്ന് ദേവതമാർ ചൂടി തന്ന പൂമറന്നുവോ ദേവദാരു പൂത്തകാലം നീ മറന്നുവോ അന്നു ദേവതമാർ ചൂടി തന്ന പൂമറന്നുവോ ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ്ടസ്വപ്നമോ ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ്ടസ്വപ്നമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അന്നു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ അന്നു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരടിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു കേമരുതേ നീ കരടിനുള്ളിലൂറി നിന്നൊരെന്റെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു കേമരുതേ നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീടുടഞ്ഞു പിടയുന്നു ഞാൻ താങ്ക് യു ും
തരുമോ തീർത്ഥജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ അതെന്താണ് 17ൻ്റെ പൂങ്കരളിൻ പാടത്ത് പോവിട്ടതെന്താണ് പറയാതെൻ്റെ പൂങ്കനവിൻ മാറത്തു നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ലഴകി പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല് 17ൻ്റെ പൂങ്കരളിൻ പാടത്ത് പോവിട്ടതെന്താണ് പറയാതെൻ്റെ പൂങ്കനവിൻ മാറത്തു നീ തൊട്ട മറുകാണ് പ്രദീപനുമായിട്ട് ഉണ്ടായിപ്പാട്ടാ എല്ലാം പ്രദീപന്റെ വരുന്നുള്ളൂ. സുഹൃത്തുക്കളെ കാര്യത്തിൽ കമ്പനി കാണാൻ അതെയാ ഇനി വരാൻ 101 മർത്താനത്ര നമ്പർ 10 ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ പല നാളലഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുൻപിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ വിരിയാനൊരുങ്ങി നിൽക്കയോ പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ ഒരു രാത്രി കൂടി നമസ്കാരം. ലാസ്റ്റ് പരിപാടിയാണ്. നന്ദി.